കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിൽ സ്കൂട്ടർ ഡിവൈഡറിലിടിച്ച് ഒരാൾ മരിച്ചു. പുറക്കാട്ടിരി സ്വദേശി നിർമ്മലാണ് മരിച്ചത്. മലാപ്പറമ്പ് ജംഗ്ഷന് സമീപം നിർമ്മാണം നടക്കുന്നതിനിടത്താണ് അപകടമുണ്ടായത്. ദേശീയപാത 66-ൽ അപകടത്തിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുകയാണ്. പുലർച്ചെ 1:30 നമ്മളിപ്പോൾ ഉള്ള ഇവിടെ അപകടം സംഭവിച്ചത്. പുറക്കാട്ടിരി സ്വദേശിയായ നിർമ്മൽ 35 വയസ്സാണ് മരിച്ചത്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്ന സ്ഥലമാണ്. ഡിവൈഡർ ഉണ്ട്, അതുപോലെ ഒരു മണ്ണുമാന്തി യന്ത്രം നിർത്തിയിട്ടത് കാണാം. സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, മിന്നറ്റ് വറക്കുന്ന ബോർഡുമുണ്ട്. അപ്പോൾ ഈ ഡിവൈഡറിൽ ഇടിച്ചതിന് ശേഷം ഈ മണ്ണുമാന്തി യന്ത്രത്തിൽ ഇടിച്ച് അങ്ങനെയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും നിർമ്മലിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ റോഡിൽ ഇത് രാമനാട്ടുകര വെങ്ങളം റീച്ചാണ്. നേരത്തെ മലാപ്പറമ്പ് എപ്പോഴും തിരക്കേറിയ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനായിരുന്നു. ദേശീയപാത നിർമ്മാണം പുരോഗമിച്ചതോടുകൂടിയാണ് അത്തരത്തിലുള്ള തിരക്കും വലിയ ഗതാഗതക്കുരുക്കുമൊക്കെ ഒഴിഞ്ഞു വന്നത്. പക്ഷേ ഇവിടെ നിർമ്മാണം ഏതായാലും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. രാമനാട്ടുകര വെങ്ങളം റീച്ചിൽ ഒളവണ്ണ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിച്ചിട്ട് 2 ആഴ്ചയിലധികമായി. പക്ഷേ അതിൽ ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നിർമ്മാണം ഇപ്പോഴും നടന്നു വരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം നേരത്തെ നാട്ടുകാരുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരുന്നതാണ്. തൊട്ട് മുകളിൽ തന്നെയായി, അതായത് ഇതിന് മുകളിലാണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടന്നു വരുന്നത്. അതും പൂർത്തിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരം പ്രവൃത്തികളൊക്കെ പുരോഗമിച്ചു വരുന്നൊരു മേഖലയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. രാത്രി ഇവിടെ ഭയങ്കര ഇരുടാണ്, ഒന്നും കാണൂല, ഒരു വാഹനത്തിന് കാണില്ല. ഈ ലൈറ്റുകൾ തന്നെ നേരെ ഇതിലെല്ലാം അവർ ഫിറ്റ് ചെയ്ത് രാത്രി കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ വർക്ക് നടക്കുന്നത്. ഇത്തരം വർക്കുകൾ തീർക്കാതെ ഇവർക്ക് ഇത്രയും തിരക്ക് കൂട്ടിയിട്ട് ഈ റോഡിൻ്റെ ടോൾ പിരിവ് നടത്തേണ്ട ഒരു കാര്യമില്ല. ഇത്തരം നാഷണൽ ഹൈവേയിൽ അത്രയും സ്പീഡിലാണ് വാഹനങ്ങൾ വരുന്നത്. അപ്പം ഇനിയും ജീവൻ പൊലിയാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വരി മാത്രം നിർമ്മാണം നടക്കുന്നത് കൊണ്ട്, പുരോഗമിച്ചു വരുന്നത് കൊണ്ട് ഡിവൈഡറൊക്കെ വെച്ച് അടച്ച സ്ഥലത്താണ് ഏതായാലും ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും 35 വയസ്സുകാരൻ പുറക്കാട്ടൂരി സ്വദേശിയായ നിർമ്മലിന് ദാരുണമായ അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. 1:30 അപകടം. പുലർച്ചെ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ 1:45 നിർമ്മൽ മരണപ്പെടുകയായിരുന്നു.